ഹലോ ഗൈസ്, അപ്പോൾ നമ്മളൊരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഡാമിൽ പിന്നെയും ചൂണ്ടിടാൻ തുടങ്ങിയേക്കാണ്. വെള്ളം കുറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ സ്പൈഡറാണ് കാസ്റ്റ് ചെയ്യുന്നത്. ബാക്കി കിട്ടുമില്ലെന്ന് കണ്ടറിയാം. 2 എണ്ണം ഇട്ട് വെച്ചിട്ടുണ്ട്. അതിനുള്ള വീഡിയോ എടുക്കാനുള്ള സമയം കിട്ടില്ല. നമ്മുടെ ക്യാമറാമാൻ ഇച്ചിരി ലേറ്റ് ആയിട്ടാണ് വന്നത്. ക്യാമറ തൂക്കി സമയത്തും കാലത്തൊന്നും വിളിച്ച് പറഞ്ഞില്ല. നമുക്ക് നോക്കാം കിട്ടുമോ ഇല്ലയോ. എന്തെങ്കിലും കിട്ടും, കിട്ടേണ്ടതാണ്. ഗൈസ്, അപ്പം നമ്മൾ അടുത്ത സ്പൈഡർ എറിയാനായിട്ട് തുടങ്ങുകയാണ്. അജേശ്വരി ചിരിക്കാൻ അറിയത്തില്ല. അല്ല കാമ്പിളി എറിഞ്ഞോ ഐശ്വര്യമായിട്ട്. ചൂണ്ടടത്ത് തേങ്ങ വെച്ചെറിയുന്നു. അവനൊക്കെ എന്നല്ലേ അത് പൊങ്ങാണ്. കേരളത്തിൽ ആദ്യം ലോഞ്ച് ചെയ്യുന്നു. എന്നെ കൂടി കൊണ്ടുപോയിട്ടില്ല. വെള്ളത്തിന് മേളിൽ കൊണ്ടുവന്നിട്ട് എടുത്തടിക്കും. പൊക്കി മേളിൽ കൊണ്ടുവന്നിട്ട് കട്ടലേ അവിടെ അല്ല അവിടെ അങ്ങോട്ട് പൊക്കി എടുക്കാന്നു. ചാടി പിടിക്കില്ല. ഈ ചൂണ്ടാണ് ജീവൻ. ഇത് 2-3 കൊടുത്ത് കയറിയിട അതിന്റെ ചെകളെ കൂടെ എല്ലാത്ത കിട്ടിപ്പോയി സ്ട്രാവിന് കിട്ടിപ്പോയി. മറ്റേ ചാക്കിനകത്തിട്ട് എടുക്കുക. വീഡിയോ പ്ലേ ചെയ്തപ്പോ ഞാൻ ഓടാനായിട്ട് തുടങ്ങിയായിരുന്നു. കഴപ്പ് തന്നെ. ഇപ്പൊ ചാടും മിക്കവാറേ. കാരി 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 അല്ല ഇതെന്നാ ഇത്? വജി 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 ഫിഷ് ഓൺ. പായലെ കേറാതെ ഇങ്ങ് വരണം. ചാക്കെടുത്തറ യോഗം ഉണ്ടെങ്കിൽ കര കയറില്ല. നമ്മൾ മുന്നിൽ ഇവിടെ വരെ വന്നിട്ടുണ്ട്. കാര്യം സാധനം കിട്ടി പക്ഷേ കിട്ടിപ്പോയി. നെക്സ്റ്റ് തിളങ്ങും തിളങ്ങുവാണല്ലോ. ഞങ്ങക്ക് പിന്നെയും കിട്ടിയോ. കണ്ടോ, ഞങ്ങള് നേരത്തെ പിടിച്ചു വെച്ചിരുന്ന ഫിഷും ഇപ്പോഴത്തെ ഫിഷും എല്ലാം ഉണ്ട്. ഇത് നമ്മുടെ നേരത്തെ കിട്ടിയ ഫിഷാണ് ഗൈസ്. നമ്മളിന്ന് അത്യാവശ്യം ചാടി പൊക്കി പിടിച്ചിങ്ങനെ നടത്തണം. അത് നമുക്ക് ലാസ്റ്റ് എടുക്കാം. ഒരു ചാക്ക് മീൻ. യെസ് വി ഗോട്ട് ഇറ്റ് ഗൈസ്. എല്ലാം യൂട്യൂബ് വരും. നിങ്ങളും നിങ്ങളുടെ ഷഡ്ഡിയും എല്ലാം യൂട്യൂബ് വരും. നമ്മുടെ ഒന്നും ആരും കാണത്തില്ലല്ലോ. ഇവിടെ ധൈര്യം എന്നെ പറഞ്ഞത് നമ്മുടെ വീഡിയോ ആപ്പാട് 4-3-7 പേരെ കാണത്തുള്ളൂ അറിയാം. അതാണ് നമ്മളിവിടെ കൂടുതൽ ഈ സൈസ് മീനായിട്ട് ഇവരെ കട്ടല 14 15 നാട്ടുകാർക്ക് കിട്ടുന്നുണ്ട്, നമുക്ക് കിട്ടുന്നില്ല. എന്നാൽ പോലും എല്ലാവരും യൂസ് ചെയ്യുന്നത് 14 ഹുക്കാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ 14 തന്നെ കറവൺ ഹുക്ക് യൂസ് ചെയ്യുന്നത്. 16 വെച്ചാലോ? 16 ഒക്കെ വെച്ച് കഴിഞ്ഞാൽ കിട്ടുന്നവരുണ്ട്. നമുക്ക് കിട്ടും. നമുക്ക് ഈ 1 കിലോ അക്കരെ ഒന്ന് നമ്മളെ മീൻ പിടിക്കുന്ന വായി നോക്കിണ്ടിരിക്കുന്നു. ഏതത് ഗായ്സ്? ഇവിടുത്തെ നാട്ടിലുള്ളൊരു പ്രധാന ഒരുത്തനാണ്. കിട്ടുന്നില്ലാത്തതുകൊണ്ട് നമുക്ക് കിട്ടുന്നതിനെ കണ്ട് ചെറുതായിട്ട് വെള്ളം ഉറക്കി നിൽക്കുവാണോ എന്ന് ഞങ്ങൾക്ക് ഡൗട്ട് ഉണ്ട്. വലിയ രീതിയിൽ വെള്ളം ഇറക്കുന്നുണ്ട്. സൂമിങ് അവിടം വരെ കിട്ടുന്നുണ്ട്. നമുക്ക് കിട്ടുന്നല്ലോ കണ്ടോണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇത് അടുത്ത കഴപ്പ്. ചാടാനോ? മരത്തെ പോയി കയറാതിരുന്നാ മതിയായിരുന്നു.
ഒത്തിരി വലിക്കണോ? അത് മതി. ഒത്തിരി വലിച്ചു കഴിഞ്ഞാൽ അങ്ങ് അടുത്തേക്ക്. ഒച്ച കേൾക്കുന്ന എവിടെ നിന്നാണ് നിനക്ക് സംശയം? രണ്ടമ്മമാർ അവിടെ കിടന്ന് കുട്ട കളിക്കുന്നുണ്ട് അതിന്റെ. രണ്ട് കുഞ്ഞു പിള്ളേരുണ്ട്, ബുദ്ധി വളർച്ച ഇല്ലാത്ത രണ്ട് പിള്ളേർ അവിടെ ഉണ്ട് അതിന്റെയാ. വണ്ടിന്റെ അവിടെ വരെ പോണം. വെള്ളം വണ്ടിന്റെ അവിടെ കിട്ടുന്നുണ്ടല്ലേ? അങ്ങ് അവിടെ എന്നെ കേറ്റാതാൻ പോവാ. നീ മുങ്ങിപ്പോടാ പട്ടി. എടാ ഇത് പോയിട്ട് ഇവിടെ തന്നെയാണോ മാർക്ക് ചെയ്തത്? നീ മുങ്ങിപ്പോടാ പട്ടി. ഞാൻ അവിടെ അച്ഛനെ കയറ്റി തളിച്ചെന്നെ. അടക്കി വെക്കാതെ തന്നെയാ കട്ടയോ. ഇവൻ രണ്ടാമത് കിട്ടിയത്. പൊളി തന്നെ. അല്ല അത് ഇവിടെ ഒന്ന് വെച്ചിട്ട് കമ്പ് ഒരു വീഡിയോ എടുത്തിട്ട് മണമൊന്നുമില്ല. വെള്ളത്തിൽ കിടക്കുന്ന സാധനം അടങ്ങി കിടക്കാൻ കോട്ടെ. എടാ ഇരി 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 കമ്പു എടാ ഇതിന്റെ ഒരു ഫോട്ടോ എടുക്കണം. കുയില എന്ന് വാട്സപ്പിൽ തരണേ. എടാ ഒരു വീഡിയോ ഇട്. അടങ്ങി ഇരിക്കും മീനെ. ഹേ ഗൈസ്, അപ്പോൾ നമുക്ക് ഇന്ന് അവസാനം കിട്ടിയേക്കുന്ന മീനാണ് ഈ കാണുന്നത്. ഇതെല്ലാം കാർപ്പറ്റിൽപ്പെട്ട മീനുകളാണ്. ഇപ്പോഴും പിടയ്ക്കുക. ജീവനുണ്ട്. ഇത് രണ്ടെണ്ണം ഡെഡായി. ഇത് രണ്ട് ആദ്യമേ കിട്ടിയ മീനുകളാണ്. ഈ മൂന്നെണ്ണം അവസാനം കിട്ടിയാണ്. ചാക്കിയിടാൻ മറന്നുപോയി. നമ്മുടെ കാല് കൈ മേലെ ലാസ്റ്റ് ശാഖത്ത് നല്ല ഫ്രഷ് മീൻ. ഫ്രഷ് മീൻ. ഇതൊക്കെ എന്നാ കാണിച്ചാൽ ഒരു 2 kg അടുത്ത് വരുന്ന മീനുകളാണ്. ഇതൊരു 1 kg. ഇതാണ് നമ്മുടെ ഇന്നത്തെ ലാസ്റ്റ് മീന്. നമ്മൾ 2 ചൂണ്ടയുടെ കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് അടിക്കുകയോ ഇല്ലയെന്ന് കണ്ടറിയാം. നമ്മളൊരു മയക്കം കൂട്ടി ഇരിക്കണമെന്ന് ഓർത്തുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത്. പിന്നെ നമുക്ക് അപ്പോൾ ഗൈസ് നമ്മൾ കെട്ടുവല കിട്ടി, കുറച്ച് മീനെ കിട്ടിയിട്ടുണ്ട്. അതുകൂടെ കാണിക്കാം. കാണുക നിങ്ങൾ. ാണ് കൂടുതലും കിട്ടിയേക്കുന്നത്. നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന കെട്ടുവല കിട്ടിയേക്കുന്ന മീനാണ് സിലോപ്പിയാണ്. വീഡിയോയ്ക്കകത്ത് വലിയ വലിപ്പം തോന്നിക്കുകയല്ലേ. ഞാൻ എൻ്റെ കൈ വെച്ചൊരെണ്ണം കാണിച്ചു തരാം. ഈ ഒരു ടൈപ്പ് മീനുകളാണ്. അതെല്ലാം ഒരു 300 ഗ്രാം 400 ഗ്രാം ടൈപ്പ് വരുന്ന മീനുകളാണ്. സിലോപ്പിയാണ് ഇതെല്ലാം. നമുക്ക് കെട്ടുവല കിട്ടിയ എന്തൊക്കെയാണ്. അപ്പോൾ ഇന്നത്തെ ഫിഷിംഗ് ഓവർ. ഇതിനുള്ള നല്ല പിടക്കണ മീനോ. ഫ്രഞ്ച് കൊടുക്കുക, ഫ്രഞ്ച് കൊടുക്കുക. ഫ്രഞ്ചടി ഫ്രഞ്ചടി. മീനുമായിട്ട് ഫ്രഞ്ച് അടിക്കാൻ. ഓ കാമപിശാശേ, കാമപ്രാതല. മറ്റേത് ഫ്രഞ്ച് അടിക്കുന്ന കയറി അവന് ജീവനുണ്ടോ? അതുകൊണ്ടാ ഉണ്ടോ പൊങ്ങി നിൽക്കുക. അവൻ്റെ ജീവനുണ്ടോ? അതെ ചത്തിട്ടൊന്നുമില്ല. അടിക്കുന്നുണ്ടോ? ഇതാണല്ലേ പിടക്കണ മീൻ. പിടക്കണ മീൻ ഇതെവിടെ കിട്ടും? ഇതാണ് ഇതിന്റെ ഉടമ. കമ്പ് നോക്കിയേ, ഇങ്ങോട്ട് നോക്ക്. ഞാൻ നോക്കത്തില്ല. ഇങ്ങോട്ട് നോക്ക്. രണ്ടിനും ജീവനുണ്ടോ? പിടക്കണ മീൻ. അട കണ്ടോ, അവൻ വെറി കൊണ്ട് നിൽക്കുക. പിന്നെ വേണം പിടക്കണ മീൻ. ഇനി എവിടെ നമ്മളെ പിടക്കണ മീനുകൾ എവിടെ? പിടക്ക ഇല്ല, ചത്തോ. പിന്നെ പിടിച്ചിട്ടിട്ട് കുറെ നേരമായി. ഇനി ജീവനോട് ഇരിക്കാതെ യേശു ക്രിസ്തു 3 ദിവസം കഴിഞ്ഞ് പൊങ്ങിയവരെ. ഇത് കണ്ടോ പിടക്കണ മീൻ. ഒന്ന് കൈയിട്ട് ആട്ടിയൊക്കെ, ഇല്ലെങ്കിൽ പിടക്കുമെന്ന് തോന്നുന്നില്ല. ഇത് കണ്ടില്ല വാരി പടക്കുന്ന നോക്ക്. പിടക്കണ മീൻ. പിന്നെന്നാ വേണം? കടിച്ച് തിന്നാൻ തോന്നുന്നു. തിന്നാലോ? എല്ലാം കൂടെ വെറും 599 രൂപ. ഇതന്നെ നെത്തോലി. അല്ലായിരുന്നല്ലോ. നെത്തോലി. പിന്നെ പടക്കണ മീൻ. ഇച്ചിരി പടക്കുന്ന. ഇങ്ങോട്ട് നോക്ക്. പടക്കണ ഇത് കണ്ടോ? കള്ളമാണോ? പടക്കുന്ന നോക്ക്. ഇത് കണ്ടില്ലേ? പടച്ചു പോയി. എല്ലാം പടക്കണ സാധനം തന്നെ. ഒന്നും നമ്മുടെ ഈ പടക്കാത്ത. കണ്ടോ കണ്ടോ, പടച്ച് താഴെ പോയത്. ഇതാണ് കട്ടള. ഇവൻ തീരെ ചെറുതാണ്. ഇവനിനി വലുതായി വരണം. അതിനിപ്പുറം നമ്മൾ ഇവനൊരു 27 കിലോ 30 കിലോ 40 കിലോ സൈസാകുന്ന സാധനമാണ്.
നമുക്ക് കൊണ്ട് കിണറ്റി ഇട്ടത് വളച്ചു പോകും. ഇല്ല, ചത്തുപോയി. ഇനി വളരെ വരാം. ഇവനും കട്ടള തന്നെയാണ്. ഇവന്മാരെല്ലാം ചെറുതാണ്. ഇവന്മാരെല്ലാം 50 കിലോ തൂക്കത്തിന് മേളിൽ വരുന്നതാണ്. എന്തേ പിടച്ചടിച്ച് താഴെ പോണോ? ഇതേതാ ഇത് 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 സിലോപ്പിയാണ്. ഇത് കണ്ടോ പിടയ്ക്കുന്നേ, ചാകാൻ തുടങ്ങുന്നതേ ഉള്ളൂ. നല്ല പിടയ്ക്കണ സാധനം. എവിടെ വേണം ഗൈസ് ഈ പിടയ്ക്കണ സാധനം? അയ്യോ, മീനൊക്കെ കൊന്നതിന്റെ പേരിൽ അക്വാമല്ലും വരുമോ? നാളെ ഇനിയും വല്ല ഫോറസ്റ്റ് നിന്നിട്ട് അതിലൊക്കെ വരാതിരിക്കത്തില്ല. പങ്ക് വെക്കുവാണോ എല്ലാരും? ഇത് ഉനക്ക്, ഇത് എനക്ക്. ചാകാത്ത മീൻ ഗൈസ്, ഫ്രഷ് സാധനം. ഇത് കണ്ടോ ചാക്കി കിടന്ന് പിടയ്ക്കുന്ന. കൂടുതൽ എന്താ വേണം? ആടേ കുഴപ്പ സാധനം. നമ്മുടെ ഇതിനെ വീട്ടിൽ കൊണ്ട് ഫ്രഷ് ആക്കി കറി വെക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ കിട്ടുവല കിട്ടിക്കുന്ന മീനുകൾ ഇവരെയൊക്കെയാണ്. അപ്പോൾ ഇന്നത്തെ ഫിഷിംഗ് ഓവർ.